ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജി ആയിട്ട് മാറ്റർ ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ ശക്തമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്, നല്ലൊരു ഇമോഷണൽ ഈ ഒരു അറ്റാച്ച്മെന്റും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ആ ഒരു സാഹചര്യം വളരെ എന്താ പറയുക, ഒരു ഡേഞ്ചറസ് അല്ലെങ്കിൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നതാണ്. മേ ബി അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സമായിരിക്കാം ഇവിടെ നമുക്ക് കാണുന്നത്. അതൊരു മേ ബി അതൊരു മറ്റൊരു പ്രണയബന്ധമാവാം, അല്ലെങ്കിൽ ഒരു വിവാഹം മോചനമാവാം, മേ ബി കുടുംബമാവാം, അതല്ലെങ്കിൽ റിലീജിയൻ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്റ്റേറ്റോ അല്ലെങ്കിൽ കൺട്രിയോ അങ്ങനെ ഏതെങ്കിലും അതായത് അങ്ങനത്തെ രീതിയിൽ വേർതി വേർതിരിച്ച് നിൽക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ കൾച്ചർ വൈസ് ഒക്കെ വേർതിരിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സന്റെ മനോഭാവം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളെ കണ്ടതിന് ശേഷം അവരുടെ ജീവിതത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിന് തന്നെ ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് അവരവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ആ ഒരു പേഴ്സൺ. അതായത് നിങ്ങൾ വന്നതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് അവർക്ക് ഇവിടെ ഫിൽ ആയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർക്ക് വളരെ പീസ്ഫുള്ളും സന്തോഷവും, അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് എല്ലാം മാറിയത് കൊണ്ട് തന്നെ കുറെ കൂടെ ഒരു മെന്റലി അവർ ഒരുപാട് നേരത്തെക്കാട്ടും ഒരുപാടൊക്കെ ഒരു പോസിറ്റീവ് ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടതിന് ശേഷം ആ ഒരു പേഴ്സണ് ഉണ്ടായിട്ടുള്ളത്. ഉണ്ടായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ സ്പിരിച്വൽ അവേക്കനിങ് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും, അല്ലെങ്കിൽ പോസിറ്റീവ് എല്ലാം അങ്ങനത്തെ ആ ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ഒക്കെ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റാരോടും തോന്നാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് അട്രാക്ഷനും ഇഷ്ടങ്ങളും നിങ്ങളോട് ആ ഒരു പേഴ്സണ് തോന്നുകയൊക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു റീസൺ കൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് ഫ്രണ്ടിലേക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ എന്നോട് ആ ഇഷ്ടം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും എന്നോട് എക്സ്പ്രസ് ചെയ്യാത്തത്. അതിൻ്റെ ശരിക്കും ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്കൊരു ഭയമാണ്. അതായത് നമ്മുടെ ആ ഈ ഒരു സമൂഹം എന്ത് പറയും എന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ, അതൊക്കെ കേൾക്കേണ്ടി വരും എന്ന് അതിനെപ്പറ്റി ഓർത്തിട്ടുള്ളൊരു ഭയമുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലോട്ട് രണ്ട് രീതിയിലും പോയി കഴിഞ്ഞാൽ എങ്ങും എത്താൻ പറ്റിയില്ലെങ്കിലോ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് നിരാശ, അങ്ങനത്തെ ഒരു ഭയം അവരുടെ ഉള്ളിൽ നല്ലതുപോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംശയം ഉള്ളിൽ വളരെ നല്ലപോലെ. അതായത് രണ്ട് കമ്മ്യൂണിറ്റി ആയിരിക്കാം, ഏതൊക്കെ തരത്തിൽ പല ഡിഫറൻസും കാണിക്കും. ഫിനാൻസ് ആയിരിക്കും, കമ്മ്യൂണിറ്റി കാസ്റ്റ് ആയിരിക്കാം, റിലീജിയൻ ആയിരിക്കാം, സ്റ്റേറ്റ് ആയിരിക്കാം, അങ്ങനെ പലതും. നിങ്ങൾ തമ്മിൽ ഒരു തരത്തിലും ഈക്വൽ അല്ലാത്ത രീതിയിൽ, മനസ്സിലായോ? ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറല്ല. അപ്പൊ അങ്ങനത്തെ തരത്തിൽ അതൊക്കെ നോക്കുന്നത് കൊണ്ട് തന്നെ ഒരു പേഴ്സണ് ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ നിന്നൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയും ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ റിജക്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയുണ്ട്. പിന്നെ പിന്നെ ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇതൊക്കെ, അതായത് നിങ്ങൾ രണ്ടും രണ്ട് തരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരായത് കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വന്നതും, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളായത് കൊണ്ട് തന്നെ അത് തെറ്റാണ് എന്നൊരു കുറ്റബോധം ആ ഒരു പേഴ്സന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ റീഡിങ്ങിൽ അവർക്ക് നിങ്ങളെ വേണമെന്നൊരു ആഗ്രഹം നമുക്കിവിടെ വ്യക്തമാണ്. പക്ഷെ അത് പ്രകടിപ്പിച്ചാലുള്ള പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് അവരുടെ ഉള്ളിൽ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് അവർ കരുതിയൊക്കെ ചെയ്യുന്നത്.
പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു സ്ഥിതി അല്ലെങ്കിൽ ആ ഒരു ജീവിതം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ ഉത്തരവാദിത്വമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ജോലി കാര്യങ്ങൾ വളരെ കൃത്യതയോടു കൂടെ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ബാധ്യതകളും അല്ലെങ്കിൽ കുടുംബമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മനസ്സിലായോ? ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ബോണ്ട് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ ആ ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാല് വളരെ വലിയ മാനസികമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമുക്കിവിടെ എനർജിന്ന് കിട്ടുന്ന ആ ഒരു പേഴ്സണ് ഒരുപാട് നിങ്ങളോട് വന്ന് ഇഷ്ടം പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫാമിലിയായിട്ടുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ടും അതിലും ഇതിലും കൂടെ പെട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒക്കെയാണ്. അതല്ലെങ്കിൽ ജോബ് വൈസ് അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ തരത്തിലുള്ളൊരു മാനസിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതേപോലെ വിഷമങ്ങളിൽ കൂടെയൊക്കെ അനുഭവിച്ച് വന്നിട്ട് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു പേഴ്സൺ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവർ കാണുന്നത്. ആഹ് അതുപോലെ തന്നെ സ്നേഹമുള്ള ഒരു പേഴ്സണായിട്ടും വളരെ എമ്പതായിട്ടുള്ള ഒരു പേഴ്സണും വളരെ സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയ കഴിവുകൾ അങ്ങനെ അതേപോലുള്ള എന്തിനേയും ഒക്കെ വളരെ കാമാക്കാനും വളരെ പോസിറ്റീവ് മൈൻഡഡും ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഇൻറ്റ്യൂഷൻസും അല്ലെങ്കിൽ അതായത് ഇപ്പൊ നിങ്ങളെ കാണുന്നവർക്ക് ഒരു സ്പിരിച്വൽ അവീക്കനിങ് ആണ് അവർക്ക് ഫീൽ ചെയ്തത് എന്ന് തോന്നിയപ്പോൾ അവരുടെ ഉള്ളിൽ അറിയാം നിങ്ങൾ ഭയങ്കര, അല്ലെങ്കിൽ അവരുടെ സോളിന് അറിയാം നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങനത്തെ ഒരു ഹൈലി ഒരു എനർജിയിലാണ് അവർ നിങ്ങളെയും കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ഇപ്പം ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രിഗറിങ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടായത്. അപ്പൊ അവരുടെ ജീവിതത്തിനെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റി എന്നൊരു പേഴ്സൺ ആണ്. അങ്ങനെ വരുത്തിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങളോട് അവർക്ക് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിലും അതുപോലെ ഒരു സോൾ ലെവലും നല്ലൊരു ബഹുമാനവും കാര്യങ്ങളും അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ ആത്മീയ കഴിവുകളും ഒക്കെ ഉള്ളതായിട്ട് അവർ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുള്ള ഒരാളായിട്ടൊക്കെ അവർ കാണുന്നത്. നമുക്കിവിടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം എന്റെയൊക്കെ ഒരു എനർജി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളുമായിട്ട് വളരെ ആഴത്തിലൊരു ആത്മബന്ധം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കും ആ ഒരു സോൾ ലെവൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് അവർ കരുതുന്നത്. അതായത് അറ്റാച്ച്ഡ് ആണ് അവർ നിങ്ങളോട്, പറഞ്ഞില്ലെങ്കിലും ഉള്ളുകൊണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു റിസ്ക് എടുത്ത് അവർക്ക് വരണം എന്നൊരാഗ്രഹം. അതായത് എന്ത് റിസ്ക് എടുത്താലും ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്ന് അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് ഈ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലൈഫ് പേർപ്പസിൽ കൂടെയൊക്കെ പോകേണ്ട ആൾക്കാരാണ്. ഒരുപാട് ട്രിഗറിങ് ഒരുപാട് നമ്മൾ ഹീൽ ചെയ്തൊക്കെ ചെല്ലേണ്ടതാണ്. അതൊക്കെ ചെയ്താൽ മാത്രമേ ആ ഒരു രീതിയിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്ലോക്സും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെയാണ് ബ്ലോക്കേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ളവർ ട്വിൻ ഫ്ലെയിം ഹീലിംഗ് ചെയ്യുക, സോൾമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ട്രോമ ഹീലിംഗും ഇന്നർ വൂൺസ് ഹീലിംഗും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരവിടെ കുടുങ്ങിക്കിടക്കണം. അത് ഈ ബ്ലോക്കേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പല തവണ അവർക്ക് മുന്നോട്ട് വരാനുള്ള അവസരം നഷ്ടപ്പെട്ടതുപോലെയൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സംസാരിക്കാൻ ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ത്രോട്ട് വൈസും ഓരോ ചക്രാസ് വൈസ് ഒക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റിയ അവർക്ക് പറ്റില്ല. ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കേജസ് നല്ലതുപോലെ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ അതായത് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നവർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അത് അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതറിയാത്തതിൽ അവർക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് അവർക്കറിയാം. മേ ബി ട്വിൻ സോൾസിന് മാസ്കുലിൻ എനർജിക്ക് ഫെമിനിൻ എനർജിനെ പറ്റി അറിയാനുള്ളൊരു ആഗ്രഹം വളരെ കൂടുതലാണ്. പക്ഷെ അവർ വെളിയിൽ വരില്ല, പ്രകടിപ്പിക്കില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ളിൽ നല്ല രീതിയിൽ സോള് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴി ഏതെങ്കിലുമൊക്കെ തരത്തിലൊക്കെ അവർ നിങ്ങളെ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അതിലൊക്കെ കയറി നോക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളായിട്ട് ചെറിയൊരു നിങ്ങൾ നിങ്ങളെ പറ്റി അറിയാനൊക്കെ അവർ നോക്കുന്നുണ്ട്. ഈ റീഡിങ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. പക്ഷെ അതൊരു സങ്കീർണമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരു ഇതാണ്. ഭയമുണ്ട്, കുറ്റബോധമുണ്ട്, മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ എൻഡ് എന്നോർത്ത് ഒരു ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വരാൻ ഒക്കെ മടിക്കുന്നു. വരണമെന്നുണ്ട്, പക്ഷെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. അത് ബ്ലോക്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു എനർജി ആയതുകൊണ്ട് തന്നെ ട്വിൻ സോളിൻ്റെ മാത്രമല്ല ഞാൻ ഈ പറയുന്ന സോൾമേറ്റ്സും അത്രയ്ക്ക് ഹൈ അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാ സോൾസിനും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഓരോ ട്രോമ വൈസ് ഒക്കെ നമുക്ക് ബ്ലോക്കേജ് ഉണ്ട്, അപ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങളെക്കുറിച്ച് അവർ ഗൗരവമായിട്ട് തന്നെ അവരുടെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളുണ്ട്. നിങ്ങളാണ് അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കൊടുത്തൊരു പേഴ്സൺ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റിനെ പറ്റി അവർ എപ്പോഴും ആലോചിക്കുന്നത്, അതെപ്പോഴും അവരുടെ മൈൻഡിൽ വരുന്നുണ്ട്. അത് അവരുടെ മൈൻഡിൽ വരുമ്പോൾ അത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റീഡിങ്ങിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ പറ്റി ഒരു സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ സന്തോഷവും അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി അവരുടെ മൈൻഡിലുള്ള ഫീലിങ്സ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എൻ്റെ റീഡിങ്സ്. അതായത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് ട്വിൻ സോളും അല്ലെങ്കിൽ സോൾമേറ്റും കാർമാസ് ഒക്കെ ഒരുപാട് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ബ്ലോക്സ് ഒക്കെ അവിടെയുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു സോൾ ലെവലിൽ നല്ല രീതിയിൽ നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ട് എന്നാണ് നമുക്കിവിടെ ഈ റീഡിങ്ങിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു മൈ സോൾ ഫാമിലി.